ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടായിരുന്നല്ലോ സൈലത്തിന്റെ, ബ്രിഡ്ജ് കോഴ്സ് കണ്ട് അപ്പം കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ഈ കാണുന്ന പ്രോബ്ലംസ് നമുക്ക് എളുപ്പാക്കാനായിട്ട് മോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പൊ സൈലത്തിനകത്ത് എൻഡിഗം പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റാലേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എൻഡിഗം പ്രോഗ്രാമും ഇൻസ്റ്റാലേണും എല്ലാം തന്നെ എത്രമേൽ യൂസ്ഫുൾ ആയിരുന്നു? ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എഴുതിയിരിക്കും. എനിക്ക് 10 days ചാലഞ്ച് അതൊക്കെ ഞാൻ കാണുമായിരുന്നു. ഒന്നുകൂടി എനിക്ക് 2-3 ചാപ്റ്റേഴ്സ് വേഗം റിവിഷൻ ആവുമല്ലോ, അതൊക്കെ കാണും. കലോത്സവത്തിന്റെ സ്കൂളിൽ കുറെ ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. അപ്പം വീട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് കാണും. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, നോട്ട്സ് ചെയ്ത് തീർക്കാനായിരുന്നു. ഡെറിവേഷൻസ് ഈസി ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി മോൾ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ടിപ്സ് എങ്ങാനും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഹലോ, ഇക്കഴിഞ്ഞ ദിവസമാണ് +1 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. +1 ഫുൾ മാർക്ക് നേടുക, 520-ൽ 520 മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസിയായ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇക്കഴിഞ്ഞ +1 ബോർഡ് എക്സാമിനകത്ത് മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ആയിരുന്നു. മാത്സ് എല്ലാം തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു +1 എക്സാമിനേഷൻ്റെ. സോ +1 എഴുതിയ വിദ്യാർത്ഥികൾക്ക് എത്രമേൽ ഡിഫിക്കൽട്ടാണ് +1 ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടറിയാം. +1 എക്സാംസിനകത്ത് ഫുൾ മാർക്ക് നേടിയ ദേവപ്രിയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. സൈലത്തിനോടൊപ്പം ചേർന്ന് പഠിച്ച് അതിഗംഭീരമായ മാർക്കാണ് മോൾ നേടിയത്. നമുക്ക് മോളോട് ചോദിച്ച് മനസ്സിലാക്കാം, എങ്ങനെയായിരുന്നു മോള് +1 ഫുൾ മാർക്ക് നേടിയതെന്ന്. ഹലോ മോളെ, ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഈ നിമിഷത്തെ ഒരു ഫീലിങ്സ്. അതായത് നമുക്ക് +1 എല്ലാവരും പറഞ്ഞിരുന്നു എക്സാം ഡിഫിക്കൽട്ടാണ്, മാത്സ് എസ്പെഷ്യലി മാത്സ് ആയാലും ഡിഫിക്കൽട്ട് ആയിരുന്നു. സോ എന്തായിരുന്നു നമുക്ക് ആ ഒരു എക്സാമിനേഷൻ കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നേക്കാം. ഈ നിമിഷത്തെ ഫീലിംഗ് എന്താണ് മോൾക്ക് വരുന്നത്? സന്തോഷമാണ്. ഞാൻ അത് വിചാരിച്ചിട്ടില്ല, ഫുൾ മാർക്ക് കിട്ടും വിചാരിച്ചിട്ടില്ല. ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ സന്തോഷം. അപ്പൊ ഏത് വിഷയത്തിലായിരുന്നു മാർക്ക് പോകാൻ വേണ്ടി ചാൻസ് എന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്? മാത്സും ഇംഗ്ലീഷും. മാത്സും 2 വിഷയം തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. മാത്സും ഇംഗ്ലീഷും തന്നെയാണ് മോൾക്ക് മാർക്ക് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അത് ഗംഭീരമായി ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിച്ചു. 520 ഒരിക്കലും ഒരു ചെറിയ സ്കോറിലാണെന്ന് അറിയാം. ഇപ്പോൾ ഇതൊരു ഉത്തരവാദിത്തം പോലെ തോന്നുന്നുണ്ട്. അതായത് ഇൻ സെൻസ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ നോക്കി കാണുമ്പോൾ +2 ക്ലാസ്സിനകത്ത് ഇനി ഫുൾ മാർക്ക് നേടണം, അങ്ങനത്തെ ഒരു പ്രഷർ എങ്ങാനും വീടിൻ്റെ ഭാഗത്തോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ സ്കൂളിൽ നിന്നോ എവിടെ അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടോ? ഒരിക്കലും പ്രഷർ ഉണ്ടായിട്ടില്ല. സ്കൂളിലില്ല, എനിക്ക് പറ്റും പോലെ ഞാൻ ചെയ്യും. അതാണ് ആവശ്യം. നമുക്ക് എന്തായാലും പറ്റും പോലെ തന്നെ ഗംഭീരം പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ദേവപ്രിയ നമുക്ക് കലാരംഗത്തും ഒരുപാട് തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. സംസ്ഥാന തലത്തിലൊക്കെ തന്നെ A ഗ്രേഡ് നേടിയ വ്യക്തിയാണ് ദേവപ്രിയ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. സോ അതെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്ന് ഞാനിതാ ഈ നിമിഷം പറയുന്നു. ഇനിവേ നമുക്കിനി കുറച്ചുകൂടി കാര്യം ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് പഠിച്ചത് എന്ന് ഒരു കാര്യത്തിലേക്ക് നീങ്ങാം. 10ാം ക്ലാസ് കഴിഞ്ഞു +1 നീങ്ങുമ്പോൾ സിലബസിനകത്ത് വലിയ മാറ്റമായിരിക്കാം നമ്മൾ കണ്ടു കാണാം. അപ്പോൾ എന്തായിരുന്നു +1 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ തോന്നിയൊരു ഫീലിങ്സ്? ഇനീഷ്യൽ ഡേയ്സിൽ നമുക്കൊരു ഭയങ്കര മാറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസങ്ങൾ? ഫസ്റ്റ് ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടായിരുന്നല്ലോ സൈലത്തിന്റെ, ബ്രിഡ്ജ് കോഴ്സ് കണ്ട് അപ്പം കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ ബയോളജി ഒന്നും പ്രശ്നമില്ലായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് ഓരോന്ന്, കെമിസ്ട്രിയും ഇംഗ്ലീഷൊക്കെ. പിന്നെ അല്ല, ഇപ്പൊ ഈ കാണുന്ന വിഷയങ്ങൾ, സയൻസ് വിഷയങ്ങളിൽ ഏത് വിഷയമായിരുന്നു കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫിസിക്സ് ആണ്. ഓക്കെ, ഫിസിക്സിനകത്ത് ഏത് ഭാഗം? പ്രോബ്ലംസ് ആണോ, ഡെറിവേഷൻസ് ആണോ? പ്രോബ്ലംസ് ആണ്. കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് ആണ് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്ന പ്രോബ്ലംസ് നമുക്ക് എളുപ്പാക്കാനായിട്ട് മോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രോബ്ലംസ് ചെയ്തു നോക്കാം. എല്ലാ ഓക്കെ. അപ്പോൾ ഡെറിവേഷൻ ആയാലും ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഫിക്കൽട്ടി പറഞ്ഞ ഭാഗമാണ് ഡെറിവേഷൻസ്. അപ്പോൾ ഡെറിവേഷന് വേണ്ടി വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഫിസിക്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി, ഫിസിക്സ് ഈസി ആക്കാൻ വേണ്ടി ഒരുപാട് പേര് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ +1 വരുന്ന മക്കളായിക്കോട്ടെ, +2 ഇപ്പോൾ പാസ്സായ എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഡെറിവേഷൻസ് ഈസി ആക്കി മാറ്റണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി മോൾ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ടിപ്സ് എങ്ങാനും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെറിവേഷൻസ് ചെയ്തു നോക്കുക. ആദ്യം ആ ഡെറിവേഷൻസ് നോക്കി ചെയ്യാം, പിന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യാം. ഓക്കെ, 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് മനസ്സിലാവും. എന്തായാലും എല്ലാം തന്നെ അത് വളരെ സുഖമായിട്ട് മനസ്സിലാക്കും 2-3 വട്ടം ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെയ്ത് പഠിക്കാമെന്നാണ് ഇതിനുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് എല്ലാം തന്നെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായ ഇതിലേക്ക് തന്നെ എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പുസ്തകം തന്നെ മാറുന്നുണ്ട്. നമ്മളിപ്പോൾ സിലബസിലേക്ക് നീങ്ങുമ്പോൾ SCERT പുസ്തകമാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. +1 വരുമ്പോൾ NCERT മാറി. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പെട്ടെന്ന് മാറുമ്പോൾ? ബുക്കിന്റെ കട്ടി മാത്രം. SCERT
അത്ര ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ NCERT ബയോളജി ഒക്കെ ടെക്സ്റ്റ് കണ്ടപ്പോ കുറച്ച് ഞെട്ടിപ്പോയി. മാത്സും കുറച്ച് ചെയ്ത് നോക്കുമ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തായാലും അറിയാം, ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി അല്ല. അപ്പോൾ അതിന് വേണ്ടി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എക്സാംസ് നമ്മൾ എന്താണ് എഴുതുന്നത്. ഇപ്പോൾ സൈലത്തിനകത്ത് നമ്മൾ എന്താണ് ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ എക്സാംസും അപ്പിയർ ചെയ്യുമ്പോൾ അത്രമേൽ സീരിയസ് ആയിട്ട് തന്നെയല്ല അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പം ഗ്രാൻഡ് ടെസ്റ്റ് കിങ്സ് എടുത്തോണ്ട് ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടാവാം. അപ്പൊ അതിനായിട്ട് ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്തിട്ട് നോക്കി. ഓക്കെ, അതുപോലെ ടേം എക്സാം ഉണ്ടാകും. ടേം എക്സാം എല്ലാം തന്നെ ഗ്രാൻഡ്സ് ഗംഭീരമായിട്ട് തന്നെ ഒരു സീരിയസ് തന്നെയാണ് മോൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? കുറച്ച് ഒരു 2 ആഴ്ച മുന്നേ തുടങ്ങും അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ്. ഇനിയിപ്പോൾ മാത്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി, മാത്സ് മോൾ ഈസിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാത്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു വേറെ സെപ്പറേറ്റ് ഫോർമുല ബുക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ കാണുന്ന ഫോർമുലാസ് ഒരുപാട് കയറി വരുന്നുണ്ടാവും. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ട്രിഗണോമെട്രി ആയാലും ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിനകത്ത് ട്രിഗണോമെട്രിയാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വന്നൊരു ഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന ഫോർമുലാസ് പഠിക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു ഫോർമുല ബുക്ക് അത്തരത്തിൽ മോള് സെപ്പറേറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കും അത് എഴുതി വെക്കും. പിന്നെ റിവിഷൻ അതൊന്നുകൂടി നോക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഏറ്റവും കാണുന്ന ഈ കാണുന്ന ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും തന്നെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കേൾക്കാൻ വേണ്ടി മോളുടെ നാക്കിൽ നിന്ന് ഒരു വാക്കുണ്ട്. അതായത് എന്താണ് മോൾ ഉപയോഗിച്ച സ്റ്റഡി പ്ലാൻ, എങ്ങനെയായിരുന്നു ഈ ഒരു ഫുൾ മാർക്കിലേക്ക് എത്തുന്നതിന് വേണ്ടി മോള് ചെയ്ത സ്റ്റഡി പ്ലാൻ. അതാണ് എല്ലാവരും തന്നെ ഈ കാണുന്ന ഒരു വീഡിയോ കാണാനുള്ള ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു മോളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്? സ്റ്റഡി പ്ലാൻ ആയിട്ടൊന്നുമില്ലേനും. മീൻസ് രാവിലെ എണീറ്റ് കുറച്ച് നോക്കും, സ്കൂളിലേക്ക് പോയി വന്ന് അത് ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. പിന്നെ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ക്ലാസ്സുകളും തന്നെ മിസ്സാക്കാറില്ല, കൃത്യമായിട്ട് ക്ലാസ്സുകൾ റെഗുലർലി കണ്ടിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം അടുത്ത ദിവസം രാവിലെ റെക്കോർഡ് ആയിട്ട് കാണും. ഓക്കെ, പിന്നെ എനിക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ അന്നേരം ഇരുന്ന് നല്ലോണം പഠിക്കും. അല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റൂല. പക്ഷെ എന്നാൽ തന്നെ റെഗുലർ ക്ലാസ് കണ്ടിരുന്നു. ക്ലാസ് കാണുമ്പോൾ തന്നെ അതങ്ങ് മനസ്സിലാവും. പിന്നെ ഒന്ന് റിവൈസ് ചെയ്യോ അതൊന്നുകൂടി ചെയ്തു വെക്കോ അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കലാരംഗത്തും തിളങ്ങി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ദേവപ്രിയ. സോ കലയും പഠനവും എങ്ങനെയാണ് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കലോത്സവത്തിന്റെ സ്കൂളിൽ കുറെ ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. അപ്പം വീട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് കാണും. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, നോട്ട്സ് ചെയ്ത് തീർക്കാനായിരുന്നു. നോട്ട്സ് ചെയ്തും പിന്നെ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അതും നടക്കും. കുറെ ലാഗ് ഉണ്ടായിരുന്നു, പെൻഡിങ് ഉണ്ടായിരുന്നു. കലോത്സവം കഴിഞ്ഞ് എക്സിബിഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറെ പെൻഡിങ് ഉണ്ടായിരുന്നു. പെൻഡിങ് ഒക്കെ തീർക്കാം, അതേ നടക്കും. ഓക്കെ, സോ എൻ്റെ അവസാനം നമുക്കൊരു ക്വിക്ക് റിവിഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സൈലത്തിനകത്ത് എൻഡിഗ്രം പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റാലേണെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന NDM പ്രോഗ്രാമും ഇൻസ്റ്റാലേണും എല്ലാം തന്നെ എത്രമേൽ യൂസ്ഫുൾ ആയിരുന്നു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എഴുതിയിരിക്കും? എനിക്ക് 10 days ചാലഞ്ച് അതൊക്കെ ഞാൻ കാണുമായിരുന്നു. ഒന്നുകൂടി എനിക്ക് 2-3 ചാപ്റ്റേഴ്സ് വേഗം റിവിഷൻ ആവുമല്ലോ, അതൊക്കെ കാണും. പിന്നെ മാരത്തോണിന്റെ ഞാൻ എനിക്ക് വേണ്ട പാർട്സ് ആയിരുന്നു കാണുക. പിന്നെ PDF ഞാനൊക്കെ വായിക്കും. സൂപ്പർ 60 അതുപോലെ തന്നെ PDF എല്ലാം ഞാൻ രാവിലെ അതിൻ്റെതും ബൂസ്റ്ററിന്റെ ഒക്കെ PDF നല്ലോണം നോക്കി രാവിലത്തെ ഒരു റിവിഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയെല്ലാമാണ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ പ്രോഗ്രാം ഇൻസ്റ്റാളും എല്ലാം തന്നെ അത്രമേ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഇനിയുള്ള +2 കാലഘട്ടവും ഇതുപോലെ തന്നെ കലയും പഠനവും എല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി +2-നകത്തും ഇതുപോലെ തന്നെ ഫുൾ മാർക്ക് നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK ആൻഡ് ദേവപ്രിയ. ബൈ.